ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ചിലർ പറയാറുണ്ട് ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം എന്നൊക്കെ. വാസ്തവത്തിൽ ശരീരം കൊണ്ട് കർമ്മയോഗവും മനസ്സിൽ ഭക്തിയോഗവും ബുദ്ധിയിൽ ജ്ഞാനയോഗവും ഒരേപോലെ നാം പരിശീലിച്ചെടുക്കേണ്ടതാണ്. അതിനാൽ ഭക്തിയുണ്ടായാൽ ജ്ഞാനമുണ്ടാകും. ജ്ഞാനമുണ്ടാവണമെങ്കിൽ പ്രപഞ്ച വസ്തുക്കളോടുള്ള ആസക്തി കുറയണം. ലോകവസ്തുക്കളോടുള്ള ആസക്തി കുറയുമ്പോൾ മാത്രമേ ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വിരക്തിയും ഭക്തിയും പരസ്പര പൂരകമാണ്. വിരക്തിയും ഭക്തിയും നിലനിർത്തണമെങ്കിൽ ആത്മജ്ഞാനം കൂടിയേ തീരും. ആത്മാവിനെ സംബന്ധിച്ച അറിവ്, അതിൻ്റെ മഹത്വം അറിയുമ്പോഴാണ് അതിനെ പ്രാപിക്കാനുള്ള ആഗ്രഹം നമ്മളിൽ ഉണ്ടാവുക. ആത്മാവിനെ അറിയലാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നറിയുമ്പോൾ ഭക്തിയും വിരക്തിയും നാം വളർത്തുക തന്നെ ചെയ്യും. അങ്ങനെ ഭക്തിയും വിരക്തിയും വളർത്തുക എന്നതാണ് മാനവജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം. അതിനാൽ ഈശ്വരജ്ഞാനം വളരുമ്പോൾ ഈശ്വര ഭക്തിയും കൂടെ വളരും ക്രമേണയായി. ഭക്തി വർദ്ധിക്കുമ്പോൾ ജ്ഞാനം വളർത്തുവാൻ ഇച്ഛയുണ്ടാവൂ, മതിയിലില്ല സംശയം. ആദ്യം നമുക്ക് ഈശ്വരജ്ഞാനം വളരുമ്പോൾ, ഈശ്വരജ്ഞാനം നമ്മളിൽ വളർന്നു കഴിയുമ്പോൾ ഈശ്വര ഭക്തിയും കൂടെ വളരും ക്രമേണയായി. ഈശ്വരജ്ഞാനം, ഈശ്വരനെ സംബന്ധിച്ച അറിവ്, എന്താണ് ഈശ്വരൻ, എവിടെയാണ് ഈശ്വരൻ എന്നെല്ലാം അറിയുമ്പോൾ ആ ഈശ്വരനോടുള്ള ഭക്തി നമുക്കുണ്ടാവും. ഭക്തി എന്നാൽ അതിലേക്ക് തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒഴുക്കിനാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വിട്ട് നമുക്ക് ജീവിക്കാൻ വയ്യ എന്ന ഒരവസ്ഥ. അപ്പോൾ ഈശ്വരനെ സംബന്ധിച്ച അറിവ് ആദ്യം ഉണ്ടാകുമ്പോൾ ഈശ്വരനോടുള്ള ഭക്തി ഉണ്ടാകും. ഈശ്വരനോടുള്ള ഭക്തി ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് മറ്റ് വിഷയങ്ങളോടുള്ള ആഭിമുഖ്യം കുറയും. അതിന് വിരക്തി എന്ന് പറയുന്നു. അപ്പോൾ വിരക്തിയും ഭക്തിയും ജ്ഞാനവും ഇവ മൂന്നും ഉണ്ടാകുമ്പോൾ നമുക്ക് വിജ്ഞാനം എന്ന അവസ്ഥയിലേക്ക് ഉയരും. വിജ്ഞാനം എന്നാൽ അനുഭവജ്ഞാനം. ഈശ്വരൻ എന്നാൽ എന്താണെന്ന് അനുഭവവേദ്യമാകുന്നതാണ് വിജ്ഞാനം. വിജ്ഞാനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. അതാകുമ്പോൾ നാം ഈശ്വരനിൽ നിന്നും വേറെയല്ല, തെല്ലില്ലകലം നമുക്കതിൽ നിന്നും, അതിൽ നിന്ന് തെല്ലും അകലം നമ്മളും അല്ല. അതുതന്നെയാണ് തത്വമസി എന്ന് പറയുന്നത്. വർദ്ധിക്കുമ്പോൾ ജ്ഞാനം വളർത്തുവാൻ ഇച്ഛയുണ്ടാവൂ, മതിയിലില്ല സംശയം. കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയമില്ല. ഇതാണ് നാം വളർത്തിയെടുക്കേണ്ടത് എന്നത് മാനവ ജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യമാണ്. മനുഷ്യർക്ക് മാത്രമേ ഈ മഹത്തായ കാര്യം നേടാൻ സാധിക്കുകയുള്ളൂ. ഇത് നേടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമായി എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ജീവിതം സഫലമാക്കി തീർക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് ഈ ദേഹമാകുന്ന ഉടുപ്പ് അഴിച്ചിടുമ്പോഴേക്കും നാം ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ മറ്റൊരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അത് ജീവിതം കൊണ്ടാണ് നേടേണ്ടത്. ജീവിതം കൊണ്ട് നമ്മുടെ മാനവജന്മം നഷ്ടപ്പെടുത്തുകയല്ല വേണ്ടത്, അതിനെ പുനർനിർമ്മിക്കുവാനുള്ള ജീവിതചര്യകൾ അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. അതിനാണ് ധർമ്മനിഷ്ഠ എന്ന് പറയുന്നത്. സനാതനമായ ധർമ്മനിഷ്ഠ. സനാതനമെന്നാൽ എന്നും നിലനിൽക്കുന്ന ആ പരമസത്യത്തെ അറിയുക എന്നതാണ്
നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തി നേടാനുള്ള വഴി അല്ലെങ്കിൽ മാർഗമാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മനിഷ്ഠയിലൂടെ നാം അത് അറിയണം. അതാണ് നാം ഓരോരുത്തരും എന്ന പരമസത്യം നമ്മൾ ബോധിക്കണം. ഇതാണ് നമ്മുടെ വേദോപനിഷത്തുക്കളിൽ നമ്മുടെ ഋഷിവര്യന്മാർ സ്വാനുഭവത്തെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ആ വഴിയിലൂടെ നാം സഞ്ചരിച്ചാൽ അതേ കാഴ്ചകൾ നമുക്കും കാണാൻ കഴിയും. കൈലാസത്തിലേക്ക് പോയ ഒരാൾ താൻ കണ്ട കാഴ്ചകൾ വർണ്ണിച്ച് ആ എഴുതിയ പുസ്തകം വായിച്ച് മറ്റൊരാൾ പോകുമ്പോൾ അയാൾക്കും അതേ കാഴ്ചകൾ തന്നെ കാണാമല്ലോ. അപ്രകാരമാണ് ആധ്യാത്മികമായ ഉയർച്ചയിൽ നിന്ന് നമുക്കും ഉണ്ടാവുന്നത്. അതിന് പ്രചോദനം കിട്ടും ശാസ്ത്രങ്ങളുടെ പഠനം, സജ്ജന സംസർഗം. അതാണ് അതിനുള്ള ഏക പോംവഴി.